നമസ്കാരം. മകരം രാശിയിൽപ്പെട്ട ഉത്രാടത്തിൻ്റെ മുക്കാല് തിരുവോണം നക്ഷത്രം അവിട്ടം ആദ്യ പകുതിയാണ്. അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ്. വ്യാഴം ഇവർക്ക് 6-ൽ നിന്ന് 7-ലേക്കാണ് ഗോചരം ചെയ്യുന്നത്. 7-ല് ഗോചരം ചെയ്യുന്ന വ്യാഴം, 7-ൽ സംക്രമിക്കുന്ന വ്യാഴം മകരം രാശിയിലേക്കും 3-ാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 7-ലെ വ്യാഴം എന്ന് പറയുമ്പോൾ നല്ല ദൈവാധീനം വന്നു ചേരുന്നൊരു കാലഘട്ടമാണ്. ഇതുവരെ ദൈവത്തെ സ്ഥിരമായിട്ട് ക്ഷേത്ര ദർശനങ്ങളും ആരാധനകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്തിരുന്നവർക്ക് കൂടുതലായിട്ട് ദൈവാധീനം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ കണ്ടിന്യൂ ചെയ്താൽ മതി. ദൈവാധീനമുള്ള സമയമാണിത്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാനായിട്ട് അശ്രാന്ത പരിശ്രമം ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷേ ആ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. വിവാഹം നടക്കാതെ വിഷമിച്ചു ഇരുന്നിരുന്ന യുവജനങ്ങൾക്കും അതുപോലെ ഇപ്പോൾ ഒരു 30 വയസ്സൊക്കെ ആയിട്ടും വിവാഹം നടക്കാതിരുന്നവർക്കൊക്കെ വിവാഹയോഗമൊക്കെ വന്നു പെടുന്നതാണ്. കുടുംബത്തിലെ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനൊക്കെയുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഭാര്യാഭർത്താക്കന്മാരായിട്ടുള്ളവർ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കുടുംബത്തിൽ നിലനിന്നിരുന്നുവെങ്കിൽ അതുമൊക്കെ മാറി നല്ല രീതിയിൽ കുടുംബ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകാനൊക്കെ കഴിയുന്നതാണ്. വിദേശയാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് തരപ്പെടുന്നതാണ്. ബിസിനസ് പങ്കാളികളുമായിട്ട് യോജിച്ച് പോകാനായിട്ട് സാധിക്കും. ഇതുവരെ ബിസിനസ് പാർട്ട്നേഴ്സുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അതുമൊക്കെ നല്ല രീതിയിലൊക്കെ നിങ്ങൾക്ക് സംസാരിച്ച് ഒരു നല്ല രീതിയിലൊരു രമ്യതയിൽ രണ്ട് കൂട്ടർക്കും പോകാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ പുതിയ ബിസിനസ് പങ്കാളികൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. നല്ല രീതിയിലുള്ള ആശയവിനിമയ ശേഷി, വാക്കും പ്രവൃത്തിയും ഒരുമിച്ച് ക്രോഡീകരിക്കുകയും ആശയവിനിമയ ശേഷി, കമ്മ്യൂണിക്കേഷനൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കർമ്മരംഗത്ത് പുഷ്ടിപ്പെടാൻ കഴിയുന്നതാണ്. തൊഴിലിലെ സ്ഥാനഭ്രംശം വരാതെ നോക്കേണ്ടതാണ്. ധനാഗമനം ഉണ്ടാകുന്ന പല വഴികളും നിങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരും. പാഴ്ചെലവുകളും അനാവശ്യ ചെലവുകളൊക്കെ നിയന്ത്രണ വിധേയമാക്കാം. കൃഷിക്കാരായിട്ടുള്ള നാൽക്കാലി കർഷകരായിട്ടുള്ള, അതായത് ഫാം പോലെയുള്ള പശു വളർത്തലൊക്കെ നടത്തുന്നവർക്ക് അതിൽ നിന്നൊക്കെ നല്ല ലാഭം പ്രതീക്ഷിക്കാം. 3-ൽ നിൽക്കുന്ന ശനി എന്ന് പറയുന്നത് വളരെയധികം ഗുണാനുഭവങ്ങൾ കൊണ്ടുപോകും. 3-ലെ ശനിയും വ്യാഴത്തിൻ്റെ സംക്രമവും കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾ, ഇതുവരെ ഉണ്ടായിരുന്ന നഷ്ടങ്ങളുമൊക്കെ പരിഹരിക്കാനായിട്ട് കഴിയും. കുറേയേറെ ചെലവുകൾ നിങ്ങൾക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത് കൊണ്ട് വർഷാവസാനം നിങ്ങൾക്ക് നല്ലൊരു രീതിയിലുള്ള ഒരു ധനവരവ്, ഒരു ധന നിലനിൽപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടാകും. കൂടുതൽ നേട്ടങ്ങൾക്കായിട്ട് ശനിയെയും വ്യാഴത്തെയും പ്രീതിപ്പെടുത്തുക. വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം, തുളസിമാല സമർപ്പണമൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും.